തൻ്റെ പരസ്യജീവിത കാലത്ത് ഈശോയുടെ അടുത്തേക്ക് ജനം കടന്നു വരികയായിരുന്നു. വചനം ശ്രവിക്കാൻ ആഗ്രഹിച്ചവർ, സുഖപ്പെടുവാൻ ആഗ്രഹിച്ചവർ, യേശു ആരെന്നറിയുവാൻ ആഗ്രഹിച്ചവർ, പാപികൾ എല്ലാവരും ഈശോയെ തേടി അവിടുത്തെ അടുക്കലേക്ക് എത്തുകയാണ്. എന്നാൽ ഉദ്ധാനത്തിന് ശേഷം ഈശോ നമ്മളോടൊത്ത് വസിക്കാൻ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഹൈലൈറ്റ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ഈശോ, ലോകത്തിന്റെ അതിർത്തികളോളം പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞ ഈശോ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസ മുക്കുകയും ചെയ്യുവിൻ എന്ന് ശിഷ്യന്മാരോട് കമാൻഡ് ചെയ്ത ഈശോ ഇന്ന് ആ ദൗത്യം നിറവേറ്റുന്നത് അവിടുത്തെ പുരോഹിതരിലൂടെയാണ്. ഈശോയുടെ പുരോഹിത ഗണത്തിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുവാൻ പലർക്കും ഈശോ ക്ഷണം നൽകുന്നുമുണ്ട്. ഈ ക്ഷണത്തിന് ഉചിതമായ മറുപടി നാം കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ഇടവകളിൽ നിന്നും ഭവനങ്ങളിൽ നിന്നും ദൈവവിളികൾ നാം പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? ദൈവവിളി സ്വീകരിച്ച് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കായി നാം പ്രാർത്ഥിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് എപ്രകാരമാണെന്ന് നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അവസാനിക്കുന്ന വചനം ഇപ്രകാരമാണ്: ലോകത്തിന്റെ അവസാനം വരെ ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എത്ര മനോഹരമായിട്ടാണ് ദൈവം രക്ഷാകര പദ്ധതി നെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ ചെപ്പിൽ സൂക്ഷിക്കേണ്ട, നമ്മുടെ അധരങ്ങളിൽ എപ്പോഴും മുഴങ്ങേണ്ട, നമ്മുടെ മനസ്സിൽ എപ്പോഴും ധ്യാനിക്കേണ്ട ഒരു ക്രിസ്തു വചനമാണിത്. മകനെ, മകളെ, ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, ഈശോ വചനത്തിലൂടെ നൽകുന്ന വാഗ്ദാനങ്ങൾക്ക് വലിയ ശക്തിയുണ്ട്. ഇന്നത്തെ പഴയ നിയമ വായനയിൽ ദൈവം ജോഷുവായ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ ഉറപ്പുണ്ട്: ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും, ഒരിക്കലും നിന്നെ കൈവിടുകയില്ല, ശക്തനും ധീരനുമായിരിക്കുക. ദൈവം നൽകുന്ന ഈ ഉറപ്പ് നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും നമുക്ക് കാത്തു സൂക്ഷിക്കാം. അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് എന്നെയും ചേർക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.